മുരുക്കുംപുഴയിലെ രഹസ്യകേന്ദ്രം വളഞ്ഞാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. സലിം മാലിക് വിവരങ്ങൾ ചെയ്യുന്നു. സലിം, പഞ്ചായത്ത് മൊത്തം ഓടിയിടുന്ന പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇയാൾക്ക് പഞ്ചായത്തുണ്ണി എന്ന് പേര് വന്നതെന്ന് ചോദിക്കാവോ? ഹാഷ്മി, ഇയാളൊരു കൊടും ക്രിമിനലാണ്. 40-ലധികം കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. വിവിധ ഘട്ടങ്ങളിലായി കാപ്പ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെയാണ് ഇന്ന് വീണ്ടും മുരുക്കുംപുഴയിലെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെയും ആ നിലയിലൊരു ഗുണ്ടാ വിളയാട്ടമായിരുന്നു ഈ പ്രദേശത്ത്, ഈ കഴക്കൂട്ടം ഫാത്തിമപുരത്ത് നടന്നത്. ഈ വീട് കയറി, ഈ സ്റ്റാലൻ്റെ മാതാവിൻ്റെ വീട് കയറി ആക്രമിച്ചതിന് സ്റ്റാലൻ കേസ് കൊടുത്തു. അതിന് ദിവസങ്ങൾക്ക് മുൻപ് ഇയാളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. അതിൻ്റെ വാശിക്കാണ് പാർവതി പുത്തനാർ നീന്തിക്കടന്ന ഈ സ്റ്റാലൻ്റെ വീടിന് തീയിട്ടു എന്ന് മാത്രമല്ല, വീടും പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ വീട്ടിലെ അകത്തുള്ള വസ്തുക്കളടക്കം സർവ്വതും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു കൊടും ഗുണ്ടാവിളയാട്ടമാണ് നടന്നത്. 5 ദിവസങ്ങൾക്ക് മുൻപ് ഈ വീട് കയറി ആക്രമിച്ച കേസിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത്. അതിനെ തുടർന്ന് ഇയാളെ അതിനുശേഷം പോലീസ് ഈ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമാണ് ഈ നിലയിൽ ഈ പുഴ നീന്തിക്കടന്ന്, പാർവതി പുത്തനാർ നീന്തിക്കടന്ന് ഈ വീടിന് തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഹാഷ്മി, ഓക്കെ. സലിം മാലിക്കാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.